പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. യേശു കർത്താവ് നിത്യജീവൻ്റെ നീരുറവയത്രേ. ഹല്ലേലൂയ. അവൻ നീരുറവ, വറ്റാത്ത ഉറവ. ഇന്ന് രാവിലെ സമയത്തും ദാഹിക്കുന്ന ഏവനും അടുത്തു വരാൻ പറ്റിയ നല്ല നീരുറവ കർത്താവ് അത്രേ. ഹല്ലേലൂയ. അവൻ ആ ഒരു ഉറവ നമുക്ക് വേണ്ടി തുറന്നതുകൊണ്ട് അതിനെ അടയ്ക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. യേശു കർത്താവിൽ നമ്മുടെ ദാഹം തീർക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ, മറ്റ് ലോകത്തിലെ ഒരുത്തനും അതിനെ തടയാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവൻ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയത്രേ. 87-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: എൻ്റെ ഉറവകളൊക്കെയും കർത്താവേ നിന്നില. ഹല്ലേലൂയ. നമ്മുടെ ഉറവകൾ കർത്താവിലായിരിക്കണം. കർത്താവാണ് ഉറവ തുറന്നത്. ആ ഉറവ ഹല്ലേലൂയ ഒരു നാളും വറ്റിപ്പോകത്തില്ല, ഒരു നാൾ നിന്നു പോകത്തില്ല. പലപ്പോഴും ലോകത്തിൽ നാം പലരിലും ആശ്രയിക്കുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച്, ചുറ്റുപാടുകൾക്കനുസരിച്ച് മനുഷ്യർ മാറും, മനുഷ്യരുടെ സ്വഭാവം മാറും, മനുഷ്യരുടെ പ്രതികരണ രീതികൾ മാറും. ഹല്ലേലൂയ. നോക്ക്, വേദപുസ്തകത്തിൽ നിങ്ങൾ ലാബാൻ്റെ കഥ വേദപുസ്തകത്തിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ലാബാൻ ഹല്ലേലൂയ യാക്കോബിനെ നന്നായി കെയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വേദപുസ്തകം പറയുന്നു, യാക്കോബ് ഇങ്ങനെ കണ്ടു, ലാബാൻ്റെ മുഖം, തന്നോടുള്ള രീതിയിലുള്ള മുഖം മാറി, ആ മുഖഭാവം മാറി. ഇതുവരെ കണ്ട ഹല്ലേലൂയ തൻ്റെ അമ്മാച്ചനല്ല, തൻ്റെ അങ്കിളല്ല, അത് തൻ്റെ അമ്മായിപ്പനല്ല, തൻ്റെ യജമാനനല്ല, അതൊരു മറ്റൊരു വ്യക്തിയായി മാറി. അവൻ്റെ സ്വഭാവം മാറിപ്പോയി. ഹല്ലേലൂയ. പണ്ടത്തെ പോലെ ഒരു കരുതലോ ഹല്ലേലൂയ ഒരു നല്ല വർത്തമാനമോ അദ്ദേഹം കണ്ടില്ല. ഹല്ലേലൂയ. 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയ ലാബാൻ ഹല്ലേലൂയ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവനോടുള്ള തൻ്റെ മുഖഭാവത്തെ മാറ്റി. നമ്മുടെ കർത്താവോ എല്ലാ കാലത്തും ഒരുപോലെ, അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. തൻ്റെ മക്കളെ പരിപാലിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവനാ ജീവൻ്റെ ഉറവ, അവനാ നമ്മുടെ ഉറവ. കാലങ്ങൾക്കനുസരിച്ച് മാറുന്നവനല്ല, അവൻ മാറ്റമില്ലാത്ത ദൈവമത്രേ. 36-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവേ, നിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവയുണ്ടല്ലോ. നിൻ്റെ പക്കലാ ജീവൻ്റെ ഉറവയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്തുനിന്ന് തൃപ്തി പ്രാപിക്കും, ഞങ്ങൾ അതിനകത്തുനിന്ന് ആനന്ദിക്കും. ദൈവത്തിൻ്റെ ഉറവ ആനന്ദം തരുന്നതാ. ഹല്ലേലൂയ. 46-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഒരു നദിയുണ്ട്, ആ നദി ഞങ്ങളെ സന്തോഷിപ്പിക്കും. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ, ഹല്ലേലൂയ ജീവിതത്തിൻ്റെ ആകുലതയുടെ നടുവിൽ ദൈവം തുറന്ന ആ നദി എല്ലാ കാലത്തും നമ്മെ സന്തോഷിപ്പിക്കുന്നതാ, എല്ലാ കാലത്തും നമുക്ക് ചൈതന്യം തരുന്നതാ, എല്ലാ കാലത്തും നമ്മെ ബലപ്പെടുത്തുന്നതാ. ഇതാ ഇവിടെ ശമരിയാക്കാരി സ്ത്രീയോടും അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഒരു നാളും ദാഹിക്കത്തില്ല. ഞാൻ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ജീവൻ്റെ ഉറവയാ. ഹല്ലേലൂയ. ഞാൻ ജീവൻ്റെ ഉറവയാ. യേശു കർത്താവ് വറ്റാത്ത ഉറവയാ. അവൻ ജീവൻ്റെ ഉറവയാ. ഏത് പാപിക്കും, ഏത് മനുഷ്യനും ധൈര്യത്തോടെ അടുത്ത് വരാൻ പറ്റും. ഏത് പാപിക്കും അടുത്ത് വന്നിട്ട് ഹല്ലേലൂയ വെള്ളം കുടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ഇന്ന ജാതിക്കാർ, ഇന്ന നിറക്കാർ, ഇന്ന ഭാഷക്കാർ വരണമെന്നല്ല കർത്താവ് വിളിച്ചത്. ദാഹിക്കുന്ന ഏവനും. പ്രിയ സഹോദര, സഹോദരി, നിനക്ക് ദാഹമുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് അവിടുത്തെ നിബന്ധന, അവിടുത്തെ ക്രൈറ്റീരിയ. അത് നീ ഫുൾഫിൽ ചെയ്യുമെങ്കിൽ, നിനക്ക് ദാഹത്തോടെ നീ അടുത്ത് വരുമെങ്കിൽ നിന്നെ അവൻ വെറുതെ അയക്കത്തില്ല, നിന്നെ ദാഹത്തോടെ അയക്കത്തില്ല. നിൻ്റെ ദാഹം മാറ്റുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമത്രേ. ദാഹിക്കുന്ന ഏവനും ധൈര്യത്തോടെ അടുത്തു വരാൻ പറ്റിയ പിളർന്ന പാറയായ യേശു അത്രേ നമ്മുടെ കർത്താവ്. ഇന്ന് പകൽക്കാലവും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവേ, എനിക്ക് അങ്ങേ വേണം, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം, എനിക്ക് അങ്ങയുടെ സഹായം വേണമെന്ന് ഒരു വ്യക്തി പറയുമെങ്കിൽ നിശ്ചയമായി കർത്താവ് അവിടെ ഇടപെടും. കർത്താവ് അവിടെ ഹല്ലേലൂയ പ്രവർത്തിക്കും. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിൻ്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിൻ്റെ സന്താനത്തിനുമേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും എന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് പകൽക്കാലവും വിശ്വസ്തനത്രേ. ദാഹിച്ചിരിക്കുന്നുണ്ടോ?
ദാഹിച്ചിരിക്കുന്ന സ്ഥലത്താണ് അവൻ്റെ നീരൊഴുക്ക് വരുന്നത്. ഇതാ ഒരു കുടവുമായിട്ട് ശമരിയാക്കാരി സ്ത്രീ ഇത്രയും ദൂരം വന്നത് ദാഹം മാറ്റാൻ വേണ്ടിയാണ്, വെള്ളം കോരാൻ വേണ്ടിയാണ് വന്നത്. എന്നാൽ സാക്ഷാൽ ജീവൻ്റെ ഉറവയായ യേശുവിനെ അവൾ കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഇനി നിനക്ക് ദാഹിക്കത്തില്ല. നീ എൻ്റെ അടുക്കൽ വന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും ദാഹിക്കത്തില്ല. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ യേശു കർത്താവ് ഉത്സവത്തിൻ്റെ മഹാദിവസമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദാഹിക്കുന്ന ഏവനുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരുവീൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവൻ്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിച്ചാൽ മാത്രം മതി, നിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇനി നീ നദി അന്വേഷിച്ച് നടക്കുകയല്ല, നദി നിൻ്റെ ഉള്ളിലാണ്. നിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് ഒഴുകാൻ പോകുന്നത്. നിൻ്റെ ഉള്ളിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ നദി ഒഴുകുന്നത്. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിന് വേണ്ടി ദാഹിക്കാം. നമുക്ക് ദാഹത്തോടെ അടുത്തു വരാം. നമ്മുടെ ആവശ്യങ്ങളെ തരുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന നമ്മുടെ കർത്താവ് ജീവൻ്റെ ഉറവയാണ്. നമ്മുടെ ദാഹം തീർക്കുന്ന, നമുക്ക് ചൈതന്യം തരുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മുടെ സകല ആവശ്യങ്ങൾക്കും മതിയായ നമ്മുടെ കർത്താവ് ഇന്നും വിശ്വസ്തനാണ്, ഇന്നും മാറാത്തവനാണ്. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.